നിങ്ങൾ എൻ്റെ കൂടെ മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ. ഏത് വലിയ മഹാനടനായാലും ശരി, താരമായാലും ശരി, മെഗാസ്റ്റാർ ആയാലും ശരി, സൂപ്പർ സ്റ്റാർ ആയാലും ശരി, ആദ്യം മനുഷ്യനാകണം. നിഷ്പക്ഷതയൊക്കെ അത് കഴിഞ്ഞിട്ട് മതി എന്നാണ് എന്റെ അഭിപ്രായം. മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ. ഇന്നലെ മഹാനടൻ മമ്മൂട്ടി, മഹാനടൻ, ഈ മഹാനടൻ എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ മാത്രമുള്ള കാര്യം കേട്ടോ. നീലത്തിറങ്ങുമ്പോ ഏത് മനുഷ്യനും താരമൊക്കെ വെറും മനുഷ്യനാണ്. മമ്മൂക്ക ചൂരൽമല സന്ദർശിച്ചു. അപ്പൊ CPIM-ന്റെ വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖ് അദ്ദേഹത്തിന്റെ പിന്നാലെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. സത്യത്തിലെ കാര്യങ്ങൾ മമ്മൂക്കയ്ക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. റഫീഖിന്റെ ശരീരഭാഷ എന്ന് പറയുന്ന ആവശ്യമില്ലാത്തത്ര ബഹുമാനവും ഭവ്യതയും ഒക്കെ ഉണ്ടായിരുന്നേ. എന്തിനാണ് ശരിക്കും അടിമത്തത്തിന്റെ കാര്യം? രാഷ്ട്രീയക്കാർ എന്തിനാണ് ഇത്ര വലിയ ഭവ്യത കാണിക്കുന്ന സിനിമാക്കാരോട്? ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടവർ രാഷ്ട്രീയക്കാരാണെന്നാണ് എന്റെ വിചാരം. അത് കഴിഞ്ഞേ ഉള്ളൂ ഏത് സിനിമാ നടനും ഈ നാട്ടിൽ. എന്താ കാര്യം എന്നറിയോ? രാഷ്ട്രീയക്കാർക്കാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്, നമ്മളാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്, അവര് നമ്മളെ ഭരിക്കുന്നു, അവർ നാടിനെ നയിക്കുന്നു, നാട്ടിൽ വികസനങ്ങൾ കൊണ്ടുവരുന്നു, പെൻഷൻ കൊടുക്കുന്നു, റേഷൻ കട ഉണ്ടാക്കുന്നു, KSRTC ബസ് ഉണ്ടാക്കുന്നു, സർക്കാർ ആശുപത്രി ഉണ്ടാക്കുന്നു. ഇതൊക്കെ രാഷ്ട്രീയക്കാരാ. അവരെന്തുകൊണ്ടും ഏത് തരത്തിൽ നോക്കിയാലും സിനിമാക്കാരേക്കാൾ വളരെ 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 ഉയരത്തിലാണ്. സിനിമാക്കാരെന്താ ഈ നാട്ടിലുണ്ടാക്കുന്നത്? അവരെ കീശ വീർപ്പിക്കാൻ വേണ്ടി എന്റെതല്ല എന്റെ ഫുൾ ഫിഗർ എന്ന് പറഞ്ഞിട്ട് അവനവന്റെ സൗന്ദര്യം കാണിക്കാൻ വേണ്ടി കുറെ സിനിമകൾ ഉണ്ടാക്കുന്നു. നമ്മൾ ആ സിനിമയൊക്കെ പോയി കാണുന്നു. നമ്മൾ ആ സിനിമയൊക്കെ പോയി കണ്ടില്ലെങ്കിൽ ഈ നാട്ടിൽ ഒരു താരം ഉണ്ടാവില്ല, ഒരു മെഗാസ്റ്റാർ ഉണ്ടാവില്ല. നമ്മൾ പോയി സിനിമ കണ്ടിട്ട്, നമ്മൾ സിനിമ കാണുമ്പോൾ അതിൽ നിന്ന് കാശ് കിട്ടിയിട്ട് ആ കാശ് കൊണ്ട് സിനിമാക്കാര് കോടീശ്വരന്മാരായിട്ട് അങ്ങോട്ട് വളരും. എന്നിട്ട് ആയിരക്കണക്കിന് കോടി രൂപ ഇവരുണ്ടാക്കിയിട്ട് പിച്ച പൈസ പോലെ 10 പൈസ ദുരിതാശ്വാസ നിധിയിലോ അല്ലെങ്കിൽ മാധ്യമ വാർത്തകളിലൊക്കെ വലിയ ഇടം പിടിച്ച് എന്റെതല്ല എന്റെ ഫുൾ ഫിഗർ കാണിക്കാൻ പറ്റുന്ന ഏതെങ്കിലും പാവപ്പെട്ടവന്റെ ചികിത്സയ്ക്കോ അല്ലെങ്കിൽ നാട്ടിൽ വലിയ പ്രളയമൊക്കെ ഉണ്ടാവുമ്പോൾ 10 ചാക്ക് അരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എല്ലാ ചാനലുകളെയും വിളിച്ചു കൂട്ടിയിട്ട് കൊടുക്കും. അപ്പൊ എന്തുകൊണ്ടും ഏതർത്ഥത്തിൽ നോക്കിയാലും ഈ നാട്ടിലെ കുഞ്ഞി സാധാരണ രാഷ്ട്രീയക്കാർ പോലും ഈ താരങ്ങളെക്കാൾ വലുതാണ്. അവരാണ് നമ്മളെ പോറ്റുന്നതും സംരക്ഷിക്കുന്നതും. അല്ലാതെ ഒരു ഏട്ടനും ഇക്കൊന്നും ഈ നാട്ടിൽ ഒരു വികസനവും കൊണ്ടുവരുന്നില്ല. പറഞ്ഞു വന്നത്, ഭവ്യതയോടെ കുനിഞ്ഞ് ബഹുമാനത്തോടെ നിൽക്കുന്ന റഫീഖിനോട് അഹങ്കാരത്തിന്റെ ആൾരൂപമായ മഹാനടൻ പറയാ, നിങ്ങൾ എന്തിനാ എപ്പോഴും എന്റെ കൂടെ തന്നെ നിൽക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് ആളുകൾ വിചാരിക്കില്ലേ എന്ന്. ഈ മമ്മൂക്കയുടെ പിന്നാലെ 24 മണിക്കൂർ നടക്കുന്ന ആളാണ് രമേഷ് പിഷാരടി. മമ്മൂക്കയ്ക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ രമേഷ് പിഷാരടി കൂടെ നടന്ന അദ്ദേഹത്തിന് നിഷ്പക്ഷത പോകുന്നു. ഇത്തിരി മനുഷ്യത്വം ഉണ്ടെങ്കിൽ ആരെയും ശത്രുക്കളെ പോലും പൊതുജന മധ്യത്തിൽ 1000 ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ അപമാനിക്കില്ല. പക്ഷെ മമ്മൂക്ക ഇന്നലെ അത് ചെയ്തു. ഇതിൽ എനിക്ക് 2 കാര്യം പറയാനുണ്ട്. ഒന്ന്, മമ്മൂക്കയ്ക്ക് നിഷ്പക്ഷനാകണം. കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. ഭരണമാറ്റം ഉണ്ടായേക്കാമെന്ന് പലരും കരുതുന്ന പോലെ മമ്മൂക്കയും കരുതുന്നു. എല്ലാവരുടെയും ആളായി മാളോരമ്മായി എന്ന് പറയില്ലേ, മാളോരമ്മായി ആയിട്ട് നിൽക്കണം. ആയിക്കോട്ടെ, തെറ്റില്ല, ശരി. പക്ഷെ എന്തിനാടെ ഈ നിഷ്പക്ഷത കാണിക്കാൻ വേണ്ടി പാവപ്പെട്ട ഒരുത്തനെ പൊതുമധ്യത്തിൽ അപമാനിക്കുന്നത്? രഹസ്യമായി പറയുക, അല്ലെങ്കിൽ വാലായി നടക്കുന്ന കുറെ ഉണ്ടായിരുന്നല്ലോ, അവരോട് ആരോടെങ്കിലും പറഞ്ഞിട്ട് റഫീഖിനെ ഒന്ന് മാറ്റി നിർത്തുകയൊക്കെ ചെയ്തൂടെ? മാന്യമായ പല വഴികളും ഉണ്ടായിരുന്നില്ലേ? എന്റെതല്ല എന്റെ ഫുൾ ഫിഗർ എന്ന് ചിന്തിച്ച് നടക്കുമ്പോ അത് പറ്റിക്കാണില്ല. തനിക്ക് മാത്രം കിട്ടേണ്ട 1000 ക്യാമറ കണ്ണുകൾ, തനിക്ക് കിട്ടേണ്ട സ്ക്രീൻ സ്പേസ്, അത് റഫീഖ് കുറച്ച് ഷെയർ ചെയ്തത് മഹാനടനെ ഇഷ്ടപ്പെട്ടില്ല, ഈഗോ വ്രണപ്പെട്ടു. പിന്നെ ചിലപ്പോൾ മോഹൻലാൽ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ എടുത്തത് ഇഷ്ടപ്പെട്ട് കാണില്ല കേട്ടോ. എനിക്കറിയില്ല എന്താ കാരണം. അഹങ്കാരം, വേറെ ഒരു റീസണും ഇല്ല. താൻ മാനം മുട്ടെ വളർന്നു നിൽക്കുന്ന സൂപ്പർ താരം, ഈവൻ വെറും CPM-ന്റെ ഒരു വയനാട് ജില്ലാ സെക്രട്ടറി, എന്റെ കൂടെ മിനിമം പിണറായി വിജയനോ MA ബേബിയോ നടക്കണം എന്നാണ് മമ്മൂട്ടിയുടെ അഹങ്കാരം. ഇവനൊക്കെ എന്തെന്ന് അത് തോന്നുക മാത്രമല്ല, അത് ഭയങ്കര വൃത്തികേടായിട്ട് മമ്മൂക്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതിൽ 2ാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, വയനാട് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസം സർക്കാരാണ് ചെയ്യുന്നത്. ഭരിക്കുന്ന പാർട്ടിക്ക് അതിൽ നല്ല പങ്കുണ്ട്, സംശയമൊന്നുമില്ല. അവരാണ് പണം പിരിക്കുന്നത്, ഇതൊക്കെ ഒരുക്കാൻ സർക്കാരിനെ സഹായിക്കുന്നത്, പലതും ചെയ്യുന്നുണ്ട്. മമ്മൂക്കയെ പോലെ ഒരാൾ, പ്രത്യേകിച്ച് മാടിമുടി അഹങ്കാരിയായ ഒരാൾ അവിടെ വരുമ്പോൾ സർക്കാരിന്റെ പ്രതിനിധികൾ മമ്മൂക്കയ്ക്കൊപ്പം ഉണ്ടാവുന്നതാണ് ഭംഗി. പ്രത്യേകിച്ച് മമ്മൂക്ക തന്നെ പറഞ്ഞതുപോലെ പാർട്ടി വിളിച്ചിട്ടല്ല മമ്മൂക്ക അവിടെ എത്തിയത്. സ്വന്തം ഇഷ്ടപ്രകാരം എന്റെതല്ല എന്റെ ഫുൾ ഫിഗർ, എന്റെ വെളുത്ത ഷർട്ടൊക്കെ കാണിക്കാൻ വേണ്ടി വന്ന മമ്മൂക്കയാണ്. അല്ലാതെ ദുരിതബാധിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെന്നതല്ല. ഒരു വാർത്ത സ്വന്തം ഒന്ന് മാധ്യമത്തിലൊക്കെ നിറഞ്ഞെന്താ. അപ്പൊ റഫീഖിന് ഈ അമിതാവേശം വേണമെങ്കിൽ മാറ്റി വെക്കാമായിരുന്നു.
അങ്ങനെ പക്വത കാണിച്ച് നിന്നിരുന്നെങ്കിൽ ഇപ്പൊ നാണം കെടൂലായിരുന്നു. ആളുകളുടെ മുന്നിൽ വെച്ച് മമ്മൂക്കയ്ക്ക് അപമാനിക്കാൻ ഒരു അവസരം കിട്ടില്ലായിരുന്നു. എന്നാലും മമ്മൂക്ക അങ്ങനെ ഒരാൾ വന്നു നിന്നു എന്ന് കരുതി അയാൾ അപമാനിക്കേണ്ടായിരുന്നു. ഭയങ്കര മോശമായി പോയി. കാരണം എന്താ അറിയോ, ഈ മുണ്ടക്കൈ ദുരന്തം ഉണ്ടായപ്പോൾ മുതൽ ആദ്യം ആ ഭൂമിയിൽ ഓടിയെത്തിയവര് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരിൽ ഒരാളാണ് റഫീഖ്. മമ്മൂക്ക വരുന്നത് വരെ ഇന്നലെ ആ ഭൂമിയിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആ മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന ആളാണ് റഫീഖ്. അയാൾ അവിടെ എന്നും വരുന്ന ആളാണ്, അതിഥിയല്ല. അപ്പൊ മമ്മൂക്ക വന്നപ്പോ റഫീഖ് വന്നതിൽ മമ്മൂക്ക എന്തിനാ ദേഷ്യം പിടിക്കുന്നത്? റഫീഖിന്റെ ചോരയും നീരും വിയർപ്പും കൂടിയാണ് അവിടെ ഉയർന്നിരിക്കുന്ന ഓരോ വീടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. റഫീഖ് മമ്മൂക്കൊക്കെ ഒപ്പം നിന്നത് ക്യാമറയിൽ പതിയാൻ വേണ്ടിയൊന്നല്ല. സ്വന്തം വീട്ടിൽ ഒരാൾ വരുമ്പോ അയാളെ ഏറ്റവും നന്നായി സ്വീകരിക്കുന്നത് ബഹുമാനിക്കുന്നതൊക്കെ ഒരു അതിഥി ദേവോഭവ, അത് അങ്ങനെയാണ്. പക്ഷെ മഹാനടനുണ്ടല്ലോ, അഹങ്കാരം കൊണ്ട് കണ്ണ് മഞ്ഞളിച്ചിട്ട് കാണാൻ പറ്റില്ല. എന്താ ചെയ്യാ? എനിക്ക് ആ രംഗം കണ്ടപ്പോ ഭയങ്കര വിഷമായി. നമ്മളൊക്കെ സ്നേഹിക്കുന്ന ഒരു മമ്മൂക്കയാണല്ലോ ഈ ചെയ്ത് എന്നോർത്ത് ഭയങ്കര വിഷമം വന്നു. ഇനിയിപ്പോ മമ്മൂക്കയുടെ വക അഹങ്കാരം ഇറങ്ങുമ്പോ പല പട്ടി ഷോയും ഉണ്ടാവുമായിരിക്കും. റഫീഖിനെ ഫോണിൽ വിളിക്കായിരിക്കും, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ലെന്ന് പറയായിരിക്കും, പലതും ഉണ്ടാവുമായിരിക്കും. മഹാനടനായതുകൊണ്ട് നമ്മൾ അതൊക്കെ വലിയ സീരിയസ് ആയി എടുക്കുകയും വലിയ വാർത്തയാക്കുകയും മമ്മൂക്കാനെ വീണ്ടും വാഴ്ത്തിപ്പാടുകയും ചെയ്യാനും സാധ്യതയുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മമ്മൂക്കയെ നേരിട്ട് കാണണം, മിണ്ടണം എന്നതൊക്കെ. പക്ഷെ ഇന്നലത്തോടെ ഞാൻ ഞെട്ടിപ്പോയി രംഗം കണ്ട്. ഞാൻ ആഗ്രഹം ഉപേക്ഷിക്കുക. നമ്മളിതുപോലെ ഭയങ്കര സ്നേഹമായിട്ടും ആരാധനയോട് കൂടിയൊക്കെ ചെല്ലുമ്പോൾ ആയിരിക്കും പുള്ളി ഇതുപോലൊക്കെ പെരുമാറുന്നത്. എന്തിനാ വെറുതെ? എനിക്കിപ്പോൾ സത്യത്തിൽ ഭയമാണ് മമ്മൂക്കയുടെ അടുത്ത് പോകാനോ സംസാരിക്കാൻ ശ്രമിക്കാനോ ഒക്കെ. സിനിമ കാണുക, സിനിമ ഇഷ്ടപ്പെട്ട അതിനെപ്പറ്റി നല്ലത് പറയുക, സിനിമകളെ സ്നേഹിക്കുക, നടനെ ഒന്നും സ്നേഹിക്കാതിരിക്കുക. ഇതുപോലെ അപമാനം ഏറ്റുവാങ്ങാൻ ഒരു കാര്യമില്ല ശരിക്കും നമുക്കൊക്കെ, അല്ലേ? സിനിമയെ വേറെയും നടനെ വേറെയായിട്ട് കാണണം. ഈ സംഭവം നടന്നപ്പോൾ വിചിത്രമായ ചില ആളുകളെ ഞാൻ കണ്ടേ. കഴിഞ്ഞ ആഴ്ച ടി സിദ്ദിഖിനെ ചൂരൽമലയിൽ കൂവി വിളിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട കൽപ്പറ്റ MLA ശ്രീ ടി സിദ്ദിഖ് അവർകളെ സാദരം ക്ഷണിക്കുന്നു. ഏറെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ രാജൻ മിനിസ്റ്റർ, സിദ്ദിഖിനെ ശരിക്കും അങ്ങനെ അപമാനിക്കേണ്ട ഒരു കാര്യമില്ല. ഒരു തരത്തിലും അപമാനിക്കപ്പെടേണ്ട ഒരു വ്യക്തിയേ അല്ല സിദ്ദിഖ്. റഫീഖിനെ പോലെ തന്നെ ദുരന്തമുണ്ടായ ആദ്യ നിമിഷം മുതൽ അവിടെ ദുരന്ത ബാധിതർക്കൊപ്പം നിൽക്കുന്ന ആളാണ് സിദ്ദിഖ്. അയാളുടെ പാർട്ടിക്ക് ചില വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ സിദ്ദിഖിനെ കൂവി വിളിക്കേണ്ട ഒരു കാര്യമില്ല. അന്ന് സിദ്ദിഖിന് കൂക്ക് കിട്ടണം എന്ന് പറഞ്ഞവർ ഇപ്പൊ റഫീഖ് അപമാനിക്കപ്പെട്ട അവസ്ഥയിൽ വേദനിക്കുന്നത് ഞാൻ കണ്ടു. അന്ന് സിദ്ദിഖിന്റെ വേദനയിൽ പങ്കുചേർന്നവർ ഇന്ന് റഫീഖിനെ പരിഹസിക്കുന്ന വിചിത്രമായ കാഴ്ചയും ഞാൻ കണ്ടു. നമ്മളെന്താല്ലേ ഇങ്ങനെ ക്രൂരന്മാരായി മാറുന്നത്? നമുക്ക് കുറച്ചുകൂടെ മനുഷ്യത്വം കാണിച്ചൂടെ? നമുക്കൊക്കെ എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു മനുഷ്യനാവാനോ മനുഷ്യന്റെ വേദന കാണാനോ ഒന്നും പറ്റാത്തത്? റഫീഖും സിദ്ദിഖും അപമാനിക്കപ്പെടരുത്, അങ്ങനെ ചിന്തിക്കുന്ന എത്ര പേരുണ്ട് ഈ വീഡിയോ കാണുന്നതിൽ? ഇന്നലെ മാധ്യമ പ്രവർത്തകർ ചൂരൽമല പുനരധിവാസത്തിൽ സർക്കാരിന്റെ നേതൃത്വത്തെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്നൊക്കെ കുത്തി കുത്തി മമ്മൂക്കയോട് ചോദിക്കുമ്പോഴും മമ്മൂക്ക നിഷ്പക്ഷനാകാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരുന്നു. സോഷ്യൽ ക്യാപിറ്റൽ, സാമൂഹ്യ മൂലധനമാണ് ഈ കാണുന്നത്. നമ്മുടെ മറ്റുള്ളവരോടുള്ള അനുതാപവും സഹതാപവും ഉണ്ടെന്നുള്ളത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ ക്യാപിറ്റൽ ഉള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. മമ്മൂക്ക ശരിക്കും ഒരു നിഷ്പക്ഷനാണോ അതോ രാഷ്ട്രീയ ജീവിയാണോ? എനിക്ക് തോന്നുന്നത് മമ്മൂക്ക വെറും ഒരു അവസരവാദി മാത്രമാണെന്നാണ്. CPMന്റെ ചാനലിന്റെ തലപ്പത്ത് എത്രയോ കാലമായി മമ്മൂക്ക ഇരിപ്പുണ്ട്. പലപ്പോഴും പാർട്ടിയുമായി അടുപ്പമുള്ളതായിട്ട് പ്രകടിപ്പിക്കാറുമുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ സന്തത സഹചാരികൾ കോൺഗ്രസുകാരായ രമേശ് പിഷാരടിയും ആന്റോയും. ഇന്നും ആന്റോ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവസാനമായിട്ട് ഈ മമ്മൂക്ക ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്തിയ എന്നാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് ശരിക്കും ഓർക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടണം. എനിക്ക് തോന്നുന്നത് കുറേ കാലം മുമ്പ് 8ാമത് DYFIയുടെ അഖിലേന്ത്യാ സമ്മേളനം ചെന്നൈയിൽ വെച്ച് നടന്നപ്പോൾ വർഷം 2007 മമ്മൂക്കയായിരുന്നു ഉദ്ഘാടകൻ. അന്ന് മമ്മൂക്ക പറഞ്ഞു, ഗുജറാത്തില് DYFI പോലെ ഒരു യുവജന സംഘടന ഉണ്ടായിരുന്നെങ്കിൽ 2002 ന്യൂനപക്ഷ കൂട്ടക്കൊല ഗുജറാത്തിൽ സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. നല്ലൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത്. യുവത്വം വർഗീയതയ്ക്കെതിരെ പോരാടണം എന്നൊക്കെ അന്ന് അദ്ദേഹം സംസാരിച്ചിരുന്നേ. അത് വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ BJPയും കോൺഗ്രസും ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചു. ഒടുവിൽ മമ്മൂക്ക എന്തൊക്കെയോ അഴകുഴമ്പൻ വിശദീകരണമൊക്കെ ഇക്കാര്യത്തിൽ പറയുകയുണ്ടായി. അതിനുശേഷം എന്റെ ഓർമ്മയിൽ ഇന്നേ വരെ മമ്മൂക്ക ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്തിയായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ ഓർമ്മക്കുറവാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം കമന്റ് ഇട്ടിട്ട്. ഈ നാട്ടിൽ അതിനുശേഷം എന്തെല്ലാം ഉണ്ടായി? നടി ആക്രമിക്കപ്പെട്ടു, നരേന്ദ്രമോദി 3 തവണ അധികാരത്തിൽ വന്നു, ന്യൂനപക്ഷങ്ങൾ എത്രയോ തവണ ആക്രമിക്കപ്പെട്ടു, പാർശ്വവൽക്കരിക്കപ്പെട്ടു.
എന്തിനേറെ പറയുന്നു, അർഹതയുണ്ടായിട്ടും മമ്മൂക്കയ്ക്ക് പത്മ പുരസ്കാരങ്ങളും നാഷണൽ അവാർഡുകളും തുടർച്ചയായി നിഷേധിക്കപ്പെട്ടു. അങ്ങനെ എത്ര വെള്ളം ഈ പുഴയിലൂടെ ഒഴുകിപ്പോയി. കാമ എന്ന ഒരക്ഷരം മിണ്ടാൻ മമ്മൂക്ക വാതുറന്നിട്ടില്ല. എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ സൗന്ദര്യം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, ഇത് മാത്രമാണ് ശരിക്കും പുള്ളിയുടെ ജീവിതം. നമ്മൾ വിഡ്ഢികളാണ്, പമ്പര വിഡ്ഢികൾ. എന്നിട്ട് ഇതുപോലെ അഹങ്കാരത്തിന്റെ ആൾ രൂപങ്ങളെ നമ്മൾ ആരാധിക്കും, പുകഴ്ത്തും, സ്നേഹിക്കും, അർഹിക്കുന്നതിലപ്പുറം സ്ഥാനം നൽകും. കണ്ടാൽ ഒരു കാര്യമില്ലെങ്കിലും മുട്ടിലിഴഞ്ഞു നടന്ന് നമ്മൾ ബഹുമാനിക്കും. രാഷ്ട്രീയക്കാർ കഷ്ടപ്പെട്ട് പടുത്തുയർത്തുന്ന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ താരങ്ങളെ വിളിച്ചു കൊണ്ടുവരും. അവർ നമുക്ക് എന്താ ശരിക്കും തിരിച്ചു നൽകുന്നത്? പട്ടി വിലയാണ്. ശരിക്കും നമ്മളെയൊക്കെ ഇവർക്ക് പട്ടി വിലയാണ്. പട്ടിയുടെ പോലും വിലയില്ല. പട്ടിയുടെ നമുക്കൊക്കെ സ്നേഹമാണ്. നമ്മളെയൊക്കെ എന്തോ ഭയങ്കര. എനിക്ക് മമ്മൂക്കയെ അടുത്ത് കണ്ടാൽ സംസാരിക്കാനോ ചെല്ലാനോ ഒക്കെ ഭയമാണ്. അദ്ദേഹം നമ്മളെ അപമാനിക്കും. ഞാനില്ല ശരിക്ക്. മനുഷ്യനാകണം, മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ. മമ്മൂക്ക, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനും മമ്മൂക്കയും രമേഷ് പിഷാരുടെയും ആന്റോയും ഒക്കെ വയനാട് പ്രളയം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയവരിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉയരുന്ന ഓരോ വീടും, വെക്കുന്ന ഓരോ കല്ലും നമ്മൾക്ക് കൂടി അഭിമാനിക്കാൻ വക നൽകുന്നതാണ്. ഇതൊരു നാടിന്റെ സ്വത്താണ്. നമുക്കും അവിടെ പോകാം, അത് കാണാം, അത് സന്തോഷിക്കാം. അവിടെ പൂർത്തിയാക്കപ്പെട്ടത് 178 വീടുകളാണ്. അതിൽ 100 വീടിനുള്ള പണം സർക്കാരിന് നൽകിയത് DYFI എന്ന യുവജന സംഘടനയാണ്. ആ DYFIയുടെ സജീവ പ്രവർത്തകനായിരുന്നു റഫീഖ്. ആ 100 വീടിനുള്ള പണം സമാഹരിക്കാൻ വേണ്ടി ആക്രി പെറുക്കി കൂലിപ്പണി ചെയ്ത് വെയില് കൊണ്ട് അലഞ്ഞ മനുഷ്യരിൽ ഒരാളായ വയനാടിന്റെ CPIM ജില്ലാ സെക്രട്ടറി ഇപ്പോൾ ആയ റഫീഖിന് മമ്മൂക്ക ആ വീടുകൾ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ അവിടെ നിൽക്കാനുള്ള എല്ലാ യോഗ്യതയുണ്ട്. മമ്മൂക്ക എല്ലാ യോഗ്യതയുണ്ട്. അയാൾ അതിന് അർഹനാണ്. ശരിക്ക് അങ്ങേക്ക് റഫീഖിനെ മാറ്റി നിർത്താൻ അങ്ങേക്ക് എന്ത് യോഗ്യതയാണുള്ളത്? മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്കുക നിലയും വിലയും. അതും കൂട്ടത്തിലുണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ, അതാ കഴിയും.